Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakals Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. ഫർണിച്ചർ സെന്റർ പയ്യന്നൂർ നിങ്ങളോടൊപ്പം. വിദ്യാമന്ദിർ കോളേജ് താഴത്തുവയൽ പെരുമ്പ പയ്യന്നൂർ. വിദ്യാമന്ദിർ കോളേജ് ഗാന്ധി പാർക്കിന് സമീപം പയ്യന്നൂർ. ഫസ്റ്റ് ഫ്ലോർ സിറ്റി സെന്റർ ഓപ്പോസിറ്റ് സെന്റ് മേരി സ്കൂൾ പയ്യന്നൂർ. Zia Gold and Diamonds, the purest bond, opposite SBI Main Road, Trikkaripur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവർ ആരംഭിക്കുന്നു. പ്രധാന തലക്കെട്ടുകൾ ആദ്യം. കഴിഞ്ഞ പയ്യന്നൂർ നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ വി ബാലൻ ഇത്തവണ ജനവിധി തേടുന്നത് തായ്നേരിയിലെ മുച്ചിലോട്ട് വാർഡിൽ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കടന്നപ്പള്ളി ഡിവിഷൻ UDF സ്ഥാനാർത്ഥി NV മധുസൂദനൻ പ്രചരണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ചാനൽ ഡയറക്ടർ ബോർഡ് അംഗവും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗവും കൂടിയായ M രജീഷ് ബാബു തൃക്കരിപ്പൂർ പഞ്ചായത്ത് 8ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. സംഘടനാ രംഗത്തെ പ്രവർത്തന മികവുമായി രജീഷ് ബാബു ഇതാദ്യമായാണ് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ നവംബർ 26 നടക്കുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ. മൃഗങ്ങളിൽ ചർമ്മരോഗങ്ങൾ വ്യാപകമായിരിക്കെ ചീമേനി മൃഗാശുപത്രിയിൽ ചില സമയങ്ങളിൽ ജീവനക്കാരില്ലാത്ത അവസ്ഥ. മിണ്ടാപ്രാണികൾക്ക് ചികിത്സ തേടിയെത്തുന്നവർ നിരാശരായി മടങ്ങുന്നു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് നാട്ടുകാർ. പോളിംഗ് ബൂത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരുക്കിവെക്കുന്ന തിരക്കിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ ജീവനക്കാർ. ഇത്തവണ പോളിംഗ് സ്റ്റേഷനിലേക്ക് സാനിറ്റൈസറും മാസ്കും ഗ്ലൗസും ഉൾപ്പെടെയുള്ള സാമഗ്രികൾ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നു. വിജയപ്രതീക്ഷയിൽ വോട്ടഭ്യർത്ഥനയുമായി സ്ഥാനാർത്ഥികൾ. കാണാം ജനവിധി 2020. കഴിഞ്ഞ പയ്യന്നൂർ നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ വി ബാലൻ ഇത്തവണയും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. തായ്നേരിയിലെ മുച്ചിലോട്ട് വാർഡിൽ നിന്നുമാണ് CPI സ്ഥാനാർത്ഥിയായ വി ബാലൻ ഇത്തവണ ജനവിധി തേടുന്നത്. നഗരസഭയുടെ കഴിഞ്ഞ ഭരണസമിതി സമയത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ വി ബാലനാണ് നമ്മളോടൊപ്പമുള്ളത്. ഇത്തവണ വി ബാലൻ മത്സരിക്കുന്നത് 35ാം വാർഡായ തായ്നേരി മുച്ചിലോട്ട് വാർഡിൽ നിന്നാണ്. എന്താണ് ഇത്തവണ ഒരു ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ, അതായത് ഈ നഗരസഭയിൽ ചെയ്യാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും? കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ മികവുമായിട്ടാണ് ഞാൻ ഈ 35ാം വാർഡിൽ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തിട്ടുള്ളത്. ഈ പ്രദേശത്തെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഭരണ സംവിധാനമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. നമുക്കറിയാം, മൂരിക്കവൽ എന്ന പ്രദേശം വർഷങ്ങൾക്ക് മുമ്പ് മൂക്ക് പൊത്തിയല്ലാതെ അവിടേക്ക് നടക്കാൻ വേണ്ടി പറ്റില്ല. പ്രാണികളുടെ ശല്യം കൊണ്ട് രാത്രി വണ്ടികൾ ആക്സിഡൻ്റ് ആവുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ തന്നെ ശാശ്വതമായ പരിഹാരം കണ്ടുകൊണ്ട് ഒരു ടൗൺഷിപ്പ് എന്ന നിലയിലേക്ക് മൂരിക്കൽ പ്രദേശം നിന്ന് മാറിയിരിക്കണം. രാത്രികാലങ്ങളിൽ വ്യക്തമായ വെളിച്ചം, അതുപോലെ തന്നെ നഗരസഭയുടെ വിവിധ കെട്ടിടങ്ങൾ എല്ലാം കൊണ്ടും ഒരു ആനന്ദകരമായ അന്തരീക്ഷം ഈ മൂരിക്കോൽ ഉണ്ടായിട്ടുണ്ട്. ഈ മൂരിക്കോൽ ട്രഞ്ചിങ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് എൻ്റെ വാർഡിലല്ലെങ്കിലും അതിന് പ്രധാനപ്പെട്ട ഗുണവും ദോഷവും എല്ലാം അനുഭവിക്കുന്ന വാർഡ് 35ആണ്. കാരണം അതിൻ്റെ തൊട്ട് മുമ്പിൽ ഉള്ള പ്രദേശമാണ് 35ാം വാർഡ്. അവിടെ തീർച്ചയായിട്ടും അതിൻ്റെ വികസനം ഒന്നുകൂടി ത്വരിതപ്പെടുത്താനുള്ള പ്രവർത്തനത്തിൽ ഞാൻ വ്യാപൃതനാവും. തായ്നേരി സ്വദേശിയായ വി ബാലൻ ബാലവേദി യൂണിറ്റ് സെക്രട്ടറിയായാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. പിന്നീട് AISF പയ്യന്നൂർ മണ്ഡലം സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, AIYF മണ്ഡലം സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, ഓൾ കേരള ലോട്ടറി ട്രേഡ് യൂണിയൻ സെക്രട്ടറി, ലോട്ടറി വിൽപ്പനക്കാരുടെയും ഏജന്റുമാരുടെയും ക്ഷേമനിധി ബോർഡ് മെമ്പർ തുടങ്ങിയ സ്ഥാനം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് വി ബാലൻ.
തൊഴിൽ അല്ലെങ്കിൽ ജയിൽ എന്ന മുദ്രാവാക്യവുമായി AIYF നടത്തിയ സമരത്തിലും പങ്കെടുത്തിട്ടുണ്ട്. പ്രീ ഡിഗ്രി ബോർഡ് വിരുദ്ധ സമരത്തിൽ പോലീസ് മർദ്ദനമേറ്റ വി ബാലൻ സ്വകാര്യ മേഖലയിൽ പോളിടെക്നിക് അനുവദിക്കുന്നതിന് എതിരെ നിരവധി സമരങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ CPI ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ വി ബാലൻ കഴിഞ്ഞ നഗരസഭയുടെ ഭരണകാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ ഒന്നാം തരത്തിൽ ഒന്നാം തരം പദ്ധതി, ദൃശ്യവിസ്മയം, +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള മാർഗദർശി പദ്ധതി, കരിയർ ഗൈഡൻസ് ക്ലാസുകൾ, ഇന്റർ സ്കൂൾ ടൂർണമെന്റ് തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടുതന്നെ സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞ് നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി തന്നെയാണ് വി ബാലൻ പ്രചരണ രംഗത്തുള്ളത്. കഴിഞ്ഞ നഗരസഭ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് വി ബാലൻ ഇത്തവണ പ്രചരണത്തിലുള്ളത്. ക്യാമറമാൻ പവിത്രൻ കണ്ടത്തിനോടൊപ്പം അനൂപ് പെരിങ്ങോ, നെറ്റ്വർക്ക് ന്യൂസ്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കടന്നപ്പള്ളി ഡിവിഷൻ UDF സ്ഥാനാർത്ഥി NV മധുസൂദനൻ പ്രചരണം ആരംഭിച്ചു. കക്കറ പുല്ലായിക്കോടി പത്മനാഭന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. കക്കറ പുല്ലായിക്കൊടി പത്മനാഭന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയാണ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. എരമം സ്വദേശിയായ NV മധുസൂദനൻ 3ാം തവണയാണ് മത്സരരംഗത്തിറങ്ങുന്നത്. 22 വർഷം മുൻപേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 2010 ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മാതമംഗലം ഡിവിഷനിൽ നിന്നും മത്സരിച്ചിരുന്നു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കടന്നപ്പള്ളി ഡിവിഷനിൽ നിന്ന് മത്സരിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയുണ്ടെന്ന് NV മധുസൂദനൻ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനവും UDF സംവിധാനവും എന്നിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. കടന്നപ്പള്ളി ഡിവിഷൻ, കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ കടന്നപ്പള്ളി ഡിവിഷനിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുമ്പോൾ പലരും കരുതുന്നത് പോലെ കടന്നപ്പള്ളി ഡിവിഷൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ LDFന്റെ ഒരു തട്ടകമായിട്ടാണ് പരമ്പരാഗതമായി കണ്ടുവരുന്നത്. എന്നാൽ അതിനെ അകത്തളങ്ങളിലേക്ക് പോയി പരിശോധിച്ചാൽ കാലാകാലങ്ങളായി LDFനെ വിജയിച്ചു കൊണ്ടുവരുന്നതിൻ്റെ ഒരു വികസന പ്രവർത്തനവും അതിൻ്റെ മേഖലയിലേക്കൊന്ന് പോയാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അവിടെ ഉയർന്നു നിൽക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജ് അടക്കം ഐക്യജനാധിപത്യ മുന്നണി സംവിധാനത്തിൽ കൊണ്ടുവന്ന സംരംഭങ്ങളാണ്. ഇന്നും കുടിവെള്ള മേഖലയിലും അതുപോലെ തന്നെ സമസ്ത മേഖലയും എടുത്ത് പരിശോധിച്ചാൽ അവിടെയൊക്കെ ഈ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് ചെയ്തു തീർക്കാൻ വേണ്ടി സാധിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പരമ്പരാഗതമായി കടന്നു വരുന്ന ആളുകൾക്ക് സാധിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ എരമംകുറ്റൂർ മണ്ഡലം UDF കമ്മിറ്റിയും അതുപോലെ തന്നെ ഈ ഡിവിഷനിലെ കമ്മിറ്റിയുമൊക്കെ വളരെ സജീവമായി ഇതിൻ്റെ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും UDFും ഈ കടന്നപ്പള്ളി ഡിവിഷനിൽ ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകളുടെ ഇടയിൽ നിന്ന് തന്നെ ആവേശോജ്വലമായ പ്രതികരണമാണ് ഞങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കടന്നപ്പള്ളി ഡിവിഷനിൽ UDF ശക്തമായ മുന്നേറ്റം നടത്തിക്കൊണ്ട് മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും NV മധുസൂദനൻ പറയുന്നു. പ്രചരണ പരിപാടി DCC ജനറൽ സെക്രട്ടറി നൌഷാദ് വാഴവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. P രമേശൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കക്കറ പ്രഭാകരൻ, സാജു ആന്റണി, MP ദാമോദരൻ, EV ശശി, മേഘന മുരളി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. തൃക്കരിപ്പൂർ പഞ്ചായത്ത് 8ാം വാർഡിലെ തെരഞ്ഞെടുപ്പ് നെറ്റ്വർക്ക് ചാനലിന് പ്രത്യേകതയുള്ളതാണ്. ചാനൽ ഡയറക്ടർ ബോർഡ് അംഗവും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗവും കൂടിയായ M രജീഷ് ബാബുവാണ് ഇവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സംഘടനാ രംഗത്തെ പ്രവർത്തന മികവുമായി രജീഷ് ബാബു ഇതാദ്യമായാണ് മത്സര രംഗത്തേക്കിറങ്ങുന്നത്. ഹൈസ്കൂൾ പഠനകാലം തൊട്ട് ആരംഭിച്ചതാണ് രജീഷ് ബാബുവിന്റെ സംഘടനാ പ്രവർത്തനം. KSU പ്രവർത്തകനായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായുമുള്ള പൊതുപ്രവർത്തന രംഗത്തെ മികവിന്റെ തിളക്കത്തിലാണ് രജീഷ് ബാബു തൃക്കരിപ്പൂർ പഞ്ചായത്ത് 8ാം വാർഡ് തങ്കയത്ത് ജനവിധി തേടുന്നത്. പിന്തിരിഞ്ഞു നോക്കിയാൽ രാഷ്ട്രീയ പാരമ്പര്യം കൂടിയുണ്ട് ഇദ്ദേഹത്തിന്. പഴയകാല പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയായ PSPയുടെ നേതാവായ TV ഭരതന്റെ മകനാണ് രജീഷ് ബാബു. 1977 പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്നും സുബ്രഹ്മണ്യ ഷേണായുടെ എതിരാളിയായും 1982 MV രാഘവനെതിരെയും TV ഭരതൻ PSPക്ക് വേണ്ടി മത്സരിച്ചിരുന്നു. പിതാവിന്റെ പാത പിന്തുടർന്ന് പൊതുപ്രവർത്തന രംഗത്തെത്തിയ രജീഷ് ബാബു തൃക്കരിപ്പൂരിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സജീവ സാന്നിധ്യം കൂടിയാണ്.
തൃക്കരിപ്പൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ രജീഷ് ബാബു തങ്കയം വാർഡിൽ മികച്ച വിജയപ്രതീക്ഷയുമായാണ് മത്സരിക്കുന്നത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 8ാം വാർഡ് തങ്കയത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയാണ് ഞാൻ. ഈ വാർഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലാകാലമായി നമ്മുടെ UDFന്റെ സ്ഥാനാർത്ഥി വിജയിച്ച ഒരു വാർഡുകളാണ്. ഈ വാർഡിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനമാണ് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായത്. ഇനി ഞാൻ ജയിച്ചു വന്നാൽ ഈ വികസനത്തിൻ്റെ തുടർച്ചയാണ് എൻ്റെ പ്രവർത്തനം. ഏതായാലും രജീഷ് ബാബു മത്സര വിജയിയായാൽ രാഷ്ട്രീയത്തിനുമപ്പുറം നെറ്റ്വർക്ക് ചാനൽ കുടുംബാംഗങ്ങൾക്ക് അതൊരു അഭിമാന മുഹൂർത്തം കൂടിയാകും. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പോളിംഗ് ബൂത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരുക്കി വെക്കുന്ന തിരക്കിലാണ് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ ജീവനക്കാർ. ഇത്തവണ സാനിറ്റൈസറും മാസ്കും ഗ്ലൗസും ഉൾപ്പെടെ പോളിംഗ് സ്റ്റേഷനിലേക്ക് നൽകും. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഇലക്ഷൻ 2020ന്റെ ഭാഗമായി 208 ബൂത്തുകളിലേക്ക് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യുന്ന ഒരുക്കങ്ങൾ തുടങ്ങി. ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ച ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള സാമഗ്രികളാണ് ഒരുക്കുന്നത്. കൊറോണ കാരണം സാനിറ്റൈസർ, മാസ്ക്, ഗ്ലൗസ് എന്നിവ ഇപ്രാവശ്യം വിതരണം ചെയ്യുന്നുണ്ട്. പഞ്ചായത്ത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് 208 പോളിംഗ് ബൂത്തിലേക്കുള്ള മെറ്റീരിയലുകൾ കളക്ട് ശേഖരിച്ചുകൊണ്ട് ബൂത്തിലേക്ക് വിതരണം ചെയ്യുന്ന നടപടിക്രമങ്ങളാണ് നടത്തുന്നത്. ഇപ്രാവശ്യം കൊറോണ ആയതുകൊണ്ട് തന്നെ സാനിറ്റൈസർ, മാസ്ക്, ഗ്ലൗസ് തുടങ്ങിയ സാധനങ്ങൾ കൂടി, ഫേസ് ഷീൽഡ് മുതലായ സാധനങ്ങൾ കൂടി പോളിംഗ് മെറ്റീരിയലായിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇപ്രാവശ്യത്തെ. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ രാജേഷ് ജോസ്, ഹെഡ് ക്ലർക്ക് വിമല, HA വിദ്യ, രഘുവരൻ TV, ഷീന KM എന്നിവർ മേൽനോട്ടം വഹിക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മാടായി ഗ്രാമപഞ്ചായത്ത് 18ാം വാർഡ് UDF സ്ഥാനാർത്ഥി ആയിഷ ബി ഒടിയിൽ പ്രചരണം ആരംഭിച്ചു. പഞ്ചായത്തിലെ ഔദ്യോഗിക മേഖലയിലെ പ്രവർത്തന പരിചയം കൊണ്ട് ഏവർക്കും സുപരിചിതയാണ് ആയിഷ ബി. പ്രശസ്ത നാടകകൃത്ത് ഇബ്രാഹിം വെങ്ങര ഉൾപ്പെടെയുള്ളവരുടെ വീടുകൾ സ്ഥാനാർത്ഥി സന്ദർശിച്ചു. മാടായി ഗ്രാമപഞ്ചായത്തിലെ 18ാം വാർഡിൽ നിന്നുമാണ് UDF സ്ഥാനാർത്ഥി ആയിഷ ബി ഒടിയിൽ വോട്ട് തേടുന്നത്. മാടായി പഞ്ചായത്ത് കൃഷിഭവനിൽ ഇവർ സേവനമനുഷ്ഠിച്ചിരുന്നു. മുസ്ലിം ലീഗിന് ആധിപത്യമുള്ള വാർഡിൽ നേരത്തെ മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിച്ച SK ആബിദ ടീച്ചർ ഉൾപ്പെടെയുള്ളവരുടെ കൂടെയാണ് ആയിഷ ബി വോട്ട് തേടുന്നത്. നാടകാചാര്യൻ ഇബ്രാഹിം വെങ്ങരയുടെ അനുഗ്രഹം വാങ്ങിയാണ് ശനിയാഴ്ച പ്രചരണം ആരംഭിച്ചത്. ഇബ്രാഹിം വെങ്ങരയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് വോട്ട് അഭ്യർത്ഥിച്ചു. മികച്ച വിജയം നേടാൻ സാധിക്കുമെന്ന് ആയിഷ ബി ഒടിയിൽ പറഞ്ഞു. 18ാം വാർഡിലെ UDFന്റെ സ്ഥാനാർത്ഥിയാണ് ആയിഷ ബി ഒടിയിൽ. 2-3 ദിവസമായി നമ്മൾ ഓരോ വീടുകളിലേക്ക് ഇറങ്ങിയിട്ട് എല്ലാവരിൽ നിന്നും നല്ലൊരു പ്രതികരണം തന്നെയാണ് കിട്ടുന്നത്. ഞാൻ 4 വർഷത്തോളം കൃഷിഭവനിൽ ജോലി ചെയ്തിട്ടുണ്ടായിന്. ആ ഒരു പരിചയ സമ്പന്നത കൂടി ഇതിൽ എനിക്കൊരു നല്ലൊരു സപ്പോർട്ട് തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആബിദ ടീച്ചർ ചെയ്ത പോലുള്ള നല്ല നല്ല കാര്യങ്ങൾ എനിക്കും ഈ 18ാം വാർഡിൽ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും നല്ല സപ്പോർട്ടോടുകൂടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. SK ആബിദ, അബ്ദുൽ സലാം KV, നൌഷാദ് മണ്ണൻ, സക്രിയ യൂസഫ്, SAP ഹാഷിം, K അലി, താഹിറ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മൃഗങ്ങളിൽ ചർമ്മരോഗങ്ങൾ വ്യാപകമായിരിക്കെ ചീമേനി മൃഗാശുപത്രിയിൽ ചില സമയങ്ങളിൽ ജീവനക്കാരില്ലാത്ത അവസ്ഥ. മിണ്ടാപ്രാണികൾക്ക് ചികിത്സ തേടിയെത്തുന്നവർ നിരാശരായി മടങ്ങുന്നു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് നാട്ടുകാർ. കന്നുകാലികളിൽ ചർമ്മരോഗം വ്യാപകമായിരിക്കെ മൃഗാശുപത്രിയിലെ ജീവനക്കാർ പലപ്പോഴും ഓഫീസിൽ ഉണ്ടാകാറില്ല എന്നത് ക്ഷീരകർഷകർക്ക് ദുരിതമാകുന്നു. ഇക്കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഞങ്ങളുടെ ലേഖകൻ ആശുപത്രിയിലെത്തുമ്പോൾ തന്നെ അവിടെ ജീവനക്കാരും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ നിരന്തരം ജീവനക്കാരില്ലാതാകുന്നത് ഓരോരോ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. യാത്രാ സൗകര്യം പരിമിതമായ ഈ സമയത്ത് 2-3 തവണ മൃഗാശുപത്രിയിലെത്തുക എന്നതുതന്നെ ഏറെ പ്രയാസകരമായ കാര്യമാണ്. ബന്ധപ്പെട്ടവർ ഇതിനുവേണ്ട പരിഹാരം കാണണമെന്നാണ് മൃഗാശുപത്രിയിൽ എത്തുന്നവരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കോവിഡ് കാലത്തെ പൊതു തെരഞ്ഞെടുപ്പ് നമുക്ക് ആദ്യത്തെ അനുഭവമാണ്. ശക്തി പ്രകടനങ്ങളോ പാതകളിൽ കൂടി കടന്നു പോകുന്ന ഉച്ചഭാഷിണികളുടെ ശബ്ദമോ ഇല്ലാത്ത ഈ തെരഞ്ഞെടുപ്പ് കാലം വലിയ ആവേശമൊന്നും ഉയർത്താത്ത ഒന്നാവുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരുമൊന്നും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് കാണുന്നില്ല. കോവിഡ് എല്ലാം നിശബ്ദമാക്കി കളഞ്ഞു. മുൻകാലങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഒരു ഉത്സവത്തിന്റെ പ്രതീതി ജനിപ്പിച്ചിരുന്നു. ഇന്ന് എല്ലാം ശാന്തം. സ്ഥാനാർത്ഥികൾ ഒറ്റയ്ക്കോ കൂടെ 1-2 പ്രവർത്തകരുമായാണ് വീടുകളിൽ വോട്ട് ചോദിക്കാനെത്തുന്നത്.
ഇക്കുറി സമൂഹമാധ്യമങ്ങളിലാണ് സ്ഥാനാർത്ഥികളുടെ പോര്. അതാകട്ടെ പുതുതലമുറക്കാരെ മാത്രമേ സ്വാധീനിക്കുകയുള്ളൂ. കവലകളിലെ യോഗങ്ങളും ഇത്തവണയില്ല. എല്ലാം കൊണ്ടും കോവിഡ് കാലത്തെ തെരഞ്ഞെടുപ്പ് ഇതുവരെയില്ലാത്ത ഒരനുഭവമാണ് എല്ലാവർക്കും നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. നവംബർ 26 നടക്കുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പയ്യന്നൂർ ദിനേശ് ഭവന് സമീപം ഐക്യദാർഢ്യ യോഗം സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഒരു മൂല്യവർദ്ധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡിമാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലേബർ ഓഫീസിൽ ചർച്ച നടക്കുന്ന അവസരത്തിൽ ഒരു തരത്തിലും തൊഴിലാളികൾ പണിമുടക്കം നടത്താൻ വേണ്ടി പാടില്ല എന്ന നിയമ ഭേദഗതിയാണ് കൊണ്ടുവന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിനകത്തുള്ള തൊഴിലാളികൾക്ക് പണിമുടക്കാനുള്ള അവകാശം എന്ന് പറയുന്നത് ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഈ നിയമത്തിൽ കൂടി ഉണ്ടാക്കുകയാണ്. കേന്ദ്രത്തിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ നവംബർ 26 നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് പയ്യന്നൂർ ദിനേശ് ഭവന് സമീപം ഐക്യദാർഢ്യ യോഗം സംഘടിപ്പിച്ചത്. യോഗത്തിൽ K മനോഹരൻ, VP തമ്പായി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ നവംബർ 26 സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന അഖിലേന്ത്യാ പണിമുടക്കിന്റെ ഭാഗമായി മോട്ടോർ തൊഴിലാളി യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഈസ്റ്റ് എളേരി പഞ്ചായത്ത് LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചിറ്റാരിക്കാലിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു. അത് ഈസ്റ്റ് എളേരി പഞ്ചായത്തിൽ മാത്രമല്ല, നമ്മുടെ മലയോര പ്രദേശങ്ങളിൽ മാത്രമല്ല, കേരളത്തിന്റെ തീരദേശ, മലയോര, മധ്യ മേഖലകളിലെല്ലാം ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന് ഈ കേരളത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ കരങ്ങൾക്ക് ശക്തി പകർന്ന് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കേരളത്തിനെ മുന്നോട്ട് നയിക്കാൻ പരിശ്രമിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ കേരളത്തിനകത്ത് നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും കേരളീയ ജനതയുടെ അഭിമാന പോരാട്ടമായി ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ മാറും. ചടങ്ങിൽ കേരള കോൺഗ്രസ് M ജോസ് വിഭാഗം നേതാവ് ചെറിയാൻ മട്ടുക്കാങ്കൽ അധ്യക്ഷത വഹിച്ചു. ജോയ് പതാലിൽ, P അപ്പുകുട്ടൻ, PK മോഹനൻ, ദിനേശൻ തയ്യേനി എന്നിവരും LDF പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളും സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. BJP പയ്യന്നൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ മാരാർജി മന്ദിരത്തിൽ വെച്ച് നടന്നു. മണ്ഡലം ജനറൽ സെക്രട്ടറി MP രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ സാന്നിധ്യം അറിയിച്ചുകൊണ്ടാണ് പയ്യന്നൂർ നഗരസഭയിലേക്ക് BJP സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മണ്ഡലം ജനറൽ സെക്രട്ടറി MP രവീന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. 44 വാർഡുള്ള ഈ മുനിസിപ്പാലിറ്റിയിൽ 19ഓളം വാർഡുകളിൽ നമ്മുടെ BJP സ്ഥാനാർത്ഥികളെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 44 വാർഡുകളിൽ 19 സ്ഥാനത്തിൽ നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മുനിസിപ്പാലിറ്റി ഭരിക്കാൻ സാധിക്കുന്നില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ അട്ടിമറി സംഭവിക്കണം. പ്രാദേശിക തലത്തിൽ കൂടുതൽ വോട്ടുകൾ നേടി BJPയും മികച്ച വിജയം കരസ്ഥമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. 19 വാർഡുകളിലേക്കാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. കൺവെൻഷനിൽ KV ദിനേശൻ അധ്യക്ഷത വഹിച്ചു. P കുമാരൻ, AK സജ്ജി, KK മുരളി തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയത്തിൽ സ്വാമി ആനന്ദ തീർത്ഥരുടെ 33ാം സമാധി ദിനാചരണം നടന്നു. രാവിലെ പ്രത്യേക പൂജയും തുടർന്ന് സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും സമാധി ദിനാചരണത്തിന്റെ ഭാഗമായി നടന്നു. സ്വാമി ആനന്ദതീർത്ഥരുടെ 33ാം സമാധി ദിനാചരണം ശ്രീനാരായണ വിദ്യാലയത്തിൽ വിവിധ പരിപാടികളോടെ നടന്നു. പൂജയും സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി. ട്രസ്റ്റ് പ്രസിഡന്റ് TV വസുമിത്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KP ദാമോദരൻ, ട്രസ്റ്റ് അംഗങ്ങളായ AK ഗോവിന്ദൻ മാസ്റ്റർ, AKP നാരായണൻ, K കൃഷ്ണൻ, N രാഘവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
കവിതാ സമാഹാരത്തിന്റെ വിൽപ്പനയിലൂടെ ലഭിച്ച തുക വൃക്കരോഗത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന യുവാവിന് ചികിത്സാ സഹായമായി നൽകി യുവ കവയിത്രി മാതൃകയായി. മുതിയലത്തെ VV ജിഷയാണ് തന്റെ കവിതകൾ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചതിലൂടെ ലഭിച്ച വരുമാനത്തിൽ നിന്നും ഒരു തുക ചികിത്സാ സഹായമായി നൽകിയത്. യുവ കവയിത്രി പയ്യന്നൂർ മുതിയലത്തെ VV ജിഷ തന്റെ കവിതകൾ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ചതിലൂടെ ലഭിച്ച വരുമാനത്തിൽ നിന്നും ഒരു തുക ചികിത്സാ സഹായമായി വെള്ളോറയിലെ M സുരേഷിന് നൽകി. ജിഷയും മറ്റ് 13ഓളം പുതിയ എഴുത്തുകാരും ചേർന്ന് പ്രസിദ്ധീകരിച്ച നീരദം എന്ന കവിതാ പതിപ്പ് വിറ്റുകിട്ടിയ തുകയാണ് ചികിത്സാ സഹായമായി നൽകിയത്. ഫേസ്ബുക്കിലെ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് ഇറക്കിയ നീരദം എന്ന കവിതാ സമാഹാരം വിറ്റുകിട്ടിയ പൈസ ഞാൻ ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. സുരേഷിന്റെ വെള്ളോറയിലെ വീട്ടിൽ നടന്ന ചടങ്ങിൽ ജിഷയ്ക്കൊപ്പം സന്നദ്ധ പ്രവർത്തകരായ ഹരിത രമേശൻ, ശശി വെള്ളോറ, K രാജേഷ്, K ഗംഗാധരൻ എന്നിവരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കാലങ്ങളെ അതിജീവിച്ച ഇന്നും ആരാധകരുള്ള സൂപ്പർ സ്റ്റാർ ജയന്റെ ജീവിതവും മരണവും പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങിയ യൂട്യൂബ് വീഡിയോ ശ്രദ്ധേയമാകുന്നു. കോളിളക്കം എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ അതുല്യ നടൻ ജയന് സംഭവിച്ച ഹെലികോപ്റ്റർ അപകടം മുതൽ അന്ത്യയാത്ര വരെ നീളുന്ന സംഭവങ്ങൾ വിശദീകരിക്കുന്നതാണ് 8 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ യൂട്യൂബ് വീഡിയോ. ഇന്നത്തെ കാലഘട്ടത്തിൽ ലാലേട്ടനെയും മമ്മൂക്കനെയും സ്നേഹിക്കുന്നത് പോലെ 70കളുടെ കാലഘട്ടത്തിൽ ആളുകളുടെ മനസ്സിൽ ഇടം നേടിയ നമ്മുടെ ആദ്യത്തെ സൂപ്പർ ആക്ഷൻ ഹീറോ ജയൻ നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട് ഇന്നേക്ക് 40 വർഷം തികയുവാണ്. 1980 നവംബർ 16-ാം തീയതിയാണ് ആ അനശ്വരനായ നടൻ നമ്മളെ വിട്ടു പിരിഞ്ഞത്. ജയന്റെ മരണദിവസമായ നവംബർ 16-ന് മുന്നോടിയായി എത്തിയ വീഡിയോ ബൈജൂസ് ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സിനിമാ ലോകത്തിന് ഇന്നും ജയൻ എന്ന അതുല്യ നടനോടുള്ള അടങ്ങാത്ത ആവേശവും ഒടുങ്ങാത്ത ആരാധനയും പറഞ്ഞുവെക്കുന്ന ഈ വീഡിയോ ഏതൊരു സിനിമാ പ്രേമിയുടെയും കണ്ണുകൾ തെല്ലൊന്ന് നിറയ്ക്കും. നടൻ ജയന്റെ മരണവും മരണശേഷമുള്ള സംഭവവികാസങ്ങളും കോർത്തിണക്കിയ ഈ വീഡിയോയുടെ മുഖ്യ ആകർഷണം അവതരണ ശൈലിയാണ്. വീഡിയോയുടെ അവതാരകൻ ചാനൽ ക്രിയേറ്റർ കൂടിയായ ബൈജു തൃക്കരിപ്പൂരാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവ വീഡിയോയിലൂടെയും കോവിഡ് കാലത്തെ മാവേലിയുടെ ആക്ഷേപഹാസ്യത്തിലൂടെയും ആനുകാലിക സംഭവങ്ങൾ കോർത്തിണക്കി നർമ്മരസ പ്രാധാന്യമുള്ള ഫാമിലി സ്പൂഫുകളിലൂടെയും ശ്രദ്ധ നേടിയ ഈ കലാകാരൻ കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശിയാണ്. നാടക, സിനിമ, സീരിയൽ രംഗത്തെ സാന്നിധ്യമായ ഇദ്ദേഹം തൃക്കരിപ്പൂരിലെ VV കൃഷ്ണന്റെയും M ശോശാമിയുടെയും മകനാണ്. ബൈജൂസ് ബ്ലോഗിന്റെ ക്രിയേറ്റീവ് കോൺട്രിബ്യൂട്ടർ സായ് കിരൺ തൃക്കരിപ്പൂരും ചമയം വിനേഷ് ചെറുകാനവും ക്യാമറ രാജേഷ് മേലങ്കോട്ടുമാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ പയ്യന്നൂർ നഗരസഭയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ V ബാലൻ ഇത്തവണ ജനവിധി തേടുന്നത് തായ്നേരിയിലെ മുച്ചിലോട്ട് വാർഡിൽ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് കടന്നപ്പള്ളി ഡിവിഷൻ UDF സ്ഥാനാർത്ഥി NV മധുസൂദനൻ പ്രചരണം ആരംഭിച്ചു. നെറ്റ്വർക്ക് ചാനൽ ഡയറക്ടർ ബോർഡ് അംഗവും കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് അംഗവും കൂടിയായ M രജീഷ് ബാബു തൃക്കരിപ്പൂർ പഞ്ചായത്ത് 8-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. സംഘടനാ രംഗത്തെ പ്രവർത്തന മികവുമായി രജീഷ് ബാബു ഇതാദ്യമായാണ് മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ നവംബർ 26-ന് നടക്കുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ. മൃഗങ്ങളിൽ ചർമ്മരോഗങ്ങൾ വ്യാപകമായിരിക്കെ ചീമേനി മൃഗാശുപത്രിയിൽ ചില സമയങ്ങളിൽ ജീവനക്കാരില്ലാത്ത അവസ്ഥ. മിണ്ടാപ്രാണികൾക്ക് ചികിത്സ തേടിയെത്തുന്നവർ നിരാശരായി മടങ്ങുന്നു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്ന് നാട്ടുകാർ. പോളിംഗ് ബൂത്തിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒരുക്കിവെക്കുന്ന തിരക്കിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിലെ ജീവനക്കാർ. ഇത്തവണ പോളിംഗ് സ്റ്റേഷനിലേക്ക് സാനിറ്റൈസറും മാസ്കും ഗ്ലൗസും ഉൾപ്പെടെയുള്ള സാമഗ്രികൾ. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.